Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിൻ്റെ ഒക്കെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്, അതായത് നമ്മൾ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ലോപ്പ് കണ്ടുപിടിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സീക്കൻഡ് എന്താണ്, ടാൻജൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് തരാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ കൂടെ രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ സർക്കിളിൻ്റെ സീക്കൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പി ക്യൂ എന്നുള്ള ഒരു സീക്കൻഡ്, ആർ എസ് എന്നുള്ളൊരു സീക്കൻഡ്, ടി യു എന്നുള്ള സീക്കൻഡ്, എക്സാക്ട്ലി 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സീക്കൻഡ് ഓഫ് എ സർക്കിൾ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അത് സർക്കിളിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ആർബിട്രറി ഫംഗ്ഷൻ എടുക്കുക. ആർബിട്രറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും, അതായത് സർക്കിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു y = f(x), ഈ ബ്ലാക്ക് ലൈനിലുള്ള ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, y = f(x). ഓക്കെ, ഇനി അത് രണ്ട് പോയിന്റ്, ഈ പി എന്നുള്ള പോയിന്റും ക്യൂ എന്നുള്ള പോയിന്റും, ഇത് പി എന്നുള്ള പോയിന്റ് ഇവിടെയാണ് x0 y0, ക്യൂ എന്നുള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ്, ഏത് x0 + Δx, y0 + Δy, ഈ പോയിന്റ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ അത് രണ്ട് പോയിന്റിൽ, നമ്മൾ ഈ ഫംഗ്ഷൻ്റെ രണ്ട് പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അവ തമ്മിലുള്ള ഡിസ്റ്റൻസും എല്ലാം നമ്മൾ കുറക്കുമ്പോൾ അത് ഒരു പോയിന്റിൽ മാത്രം, അതായത് പി എന്നുള്ള പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാൻജൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്യൂ എന്നുള്ള ഈ പോയിന്റിലെ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, കുറഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ടാൻജൻറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് y = f(x) ആണ്. അപ്പോൾ നമുക്കറിയാം y = f(x) ആണെങ്കിൽ y0 എന്ത് വരും, f(x0). ഓക്കെ, അതേപോലെ തന്നെ y0 + Δy = എന്താണെന്ന് പറയാം, f(x0 + Δx). ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യൂ പിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഉള്ള ലൈൻ സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് നമുക്ക് എന്തറിയാം, സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് നമ്മൾ പിയും ക്യൂ ആണ് മാർക്ക് ചെയ്തത്. സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് പി ക്യൂ = എന്ത് വരും, y0 + Δy - y0 divided by x0 + Δx - x0. കാരണം നിങ്ങൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, y2 - y1 divided by x2 - x1 ആണ്. അപ്പോൾ രണ്ട് പോയിന്റ്സ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും, y0 + Δy - y0. അപ്പോൾ ഈ y0 y0 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വരും, Δy divided by, ഇവിടെ അതേപോലെ x0 ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ എന്ത് വരും, Δy divided by Δx. ക്ലിയർ അല്ലേ? അപ്പോൾ ആ സീക്കൻഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക, Δy/Δx. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂസ് Δy/Δx മെത്തേഡ് ടു ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ടു ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ y = 5x² - 3x + 1 at the point x0 = 1. ക്ലിയർ അല്ലേ? x0 ആണ്, at the point x0 = 1. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. നമുക്ക് എന്താ തന്നിരിക്കുന്നത്, f(x) =
5x² മൈനസ് 3x പ്ലസ് 1. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? x0 ഈക്വൽ ടു 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്? Δy/Δx, അതായത് ഇത് തന്നെ. അപ്പം നമുക്ക് എന്തറിയാം? വി ഹാവ് Δy/Δx ഈക്വൽ ടു എന്താണ്? f(x0 പ്ലസ് Δx മൈനസ് f(x0 /Δx). ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു x0ന് പകരം എന്ത് കൊടുക്കുക? 1 പ്ലസ് Δx മൈനസ് f(1 /Δx). ഓക്കെ, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു മെത്തേഡിൽ Δy/Δx മെത്തേഡിൽ നമുക്ക് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതിന് അവിടെ y ഈക്വൽ ടു 5x² മൈനസ് 3x പ്ലസ് 1 ആണ് തന്നിരിക്കുന്നത്. അതായത് f(x) എന്ത് വരും? f(x) ഈക്വൽ ടു 5x² മൈനസ് 3x പ്ലസ് 1. x0ൻ്റെ വാല്യൂ 1 ആണ്. ബൈ ഡെഫിനിഷൻ Δy/Δx. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെ, അതായത് f(1 + x) നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏത് കണ്ടുപിടിക്കുക? f(1) കണ്ടുപിടിക്കുക. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് f(1 + Δx) ഈക്വൽ ടു, നമ്മൾ x കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 1 + Δx കൊടുക്കുക. 5 × 1 + Δx the whole square minus 3 × 1 + Δx plus 1, which is equal to 5 × നമ്മളിത് a + b whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1² പ്ലസ് 2 × 1 × Δx. a + b whole square എന്താണ്? a² + 2ab + b². അത് വെച്ചിട്ട് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യാം. Δx² മൈനസ് ഇതെന്ത് ചെയ്യുക? ഔട്ടിലേക്ക് എടുക്കുക. -3 -3 Δx പ്ലസ് 1, which is equal to ഇതെന്ത് ചെയ്യും? 5 × 1 + 2 Δx plus Δx the whole square minus 3 Δx plus 1. Okay, this is equal to 5 × 1 5 plus 5 × 2 10 Δx plus 5 Δx² minus 3 Δx plus 1 ആണ്. അപ്പോൾ -3 + 1 എന്ത് വരും? -2 -3 Δx. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി സിംപ്ലിഫൈ ചെയ്യാനുള്ളത് 5 - 2 എന്ന് പറയുന്നത് എന്ത് വരും? 3 പ്ലസ് ഇവിടെ ഒരു 10 Δx ഉണ്ട്, ഇവിടെ -3 Δx. അപ്പോൾ എന്ത് വരും? 7 Δx പ്ലസ് ബാക്കി ആരും കൂടി 5 Δx the whole square. ഓക്കെ, നമ്മളിപ്പോൾ f(1 + Δx) ആണ് കണ്ടത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? f(1) കണ്ടുപിടിക്കുക. f(1) ഈക്വൽ ടു x കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ 5 × 1² minus 3 × 1 plus 1. 5 minus 3 plus 1. അപ്പോൾ ആൻസർ എത്ര വരും? 3 വരും. നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore slope equal to, സ്ലോപ്പ് എന്ത് വരും?
5 delta x square plus 7 delta x plus 3 divided 3 minus 3, അതായത് എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ഈ ഇത്രയും വാല്യൂ വരുന്നത്, മൈനസ് ഏതിൻ്റെ വാല്യൂ, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് ഈസ് ഈക്വൽ ടു ഇത് രണ്ട് ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ വരിക, 5 ഇൻറ്റു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 7 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇതിൽ ആര് കോമൺ ആണ്, ഡെൽറ്റ എക്സ് കോമൺ ആണ്. ഇതിന്ന് നമുക്ക് ഡെൽറ്റ എക്സിനെ പുറത്തേക്ക് എടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 5 ഡെൽറ്റ എക്സ് പ്ലസ് ഇതിൻ്റെ അകത്ത് നിന്ന് 7 ഡെൽറ്റ എക്സിന്ന് ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും, 7 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഏതും ക്യാൻസൽ ചെയ്യാം, ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും, 5 ഡെൽറ്റ എക്സ് പ്ലസ് 7. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് പി ക്യു കിട്ടിയത്. അപ്പോൾ സീക്കൻഡ് നമ്മൾ ടാൻജൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഏതിലേക്ക് അപ്രോച്ച് ചെയ്യണം, 0ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂവിന് നമ്മൾ ഡെൽറ്റ എക്സിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും, 7. ക്ലിയർ ആണോ? ഇതാണ് ഇത് വരിക, സ്ലോപ്പ് വരിക. ഈ മെത്തേഡ് നമ്മൾ പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡെറിവേറ്റീവിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലും നമ്മൾ കണ്ടത് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി, പിന്നെ ഇപ്പോൾ എന്ത് കണ്ടു, സ്ലോപ്പാണ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടിലും എന്താണ്, സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് കമ്പയറിങ് 2 സെക്ഷൻസ്. 2 സെക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, രണ്ടിൻ്റെയും പ്രൊസീജിയർ എന്താണ്, സെയിം ആണ്. രണ്ടും എന്താണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനോട് ഈക്വൽ ആണ് വെൻ എക്സ് ഈസ് വെരി സ്മോൾ. ഓക്കെ, ഇനി ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിഫറൻസ് കോഷ്യൻ. ആൻഡ് ഫൈനൽ നമ്പർ, ലാസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻസിയേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ 2 സെക്ഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിയും സ്ലോപ്പും കണ്ടുപിടിക്കുന്നതും സെയിം പ്രോസസ്സാണ്. അത് ഏതാണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനോട് ഈക്വൽ ആണ്. ആ കോഷ്യനാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻസ് കോഷ്യൻ എന്ന് പറയുക. ലാസ്റ്റ് കിട്ടുന്ന നമ്പറിന് എന്ത് പറയും, ഡെറിവേറ്റീവ്. ഈ പ്രോസസ്സിന് എന്ത് പറയും, ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, ഒരു ആർബിട്രറി ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, y is equal to f of x. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ഡിഫറൻസ് കോഷ്യൻ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ചെറുതാക്കുക. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്നെല്ലാം ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക. അത് നമ്മൾ മിക്ക ക്വസ്റ്റ്യനിലും അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് തന്നെയാണ് തരിക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമുക്ക് എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ, എത്രമാത്രം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഗിവിങ് ഡെൽറ്റ എക്സിന് ഏത് വാല്യൂ കൊടുക്കുക, 0, അപ്രോക്സിമേറ്റ്ലി 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അതായത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ പോവുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ബൈ ഹാർട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇത് ഡിഫറൻസ് കോഷ്യൻ്റ് ആണ്. ഓക്കെ,
അതിൽ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യണം. ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക, അതായത് ഡെൽറ്റ എക്സ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഇത് 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. അപ്പം 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത് വരിക, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് നോട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ടു കമ്പ്യൂട്ട് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് നോട്ട്. ഗിവൺ ബിലോ ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ഈച്ച് കേസ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ, എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പം ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കാം. അതാണ് നമ്മളെ എയിം. 2 ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് എന്താണ് തന്നിട്ടുണ്ട്, എ എക്സ് സ്ക്വയർ, എക്സ് നോട്ടിൻ്റെ വാല്യൂ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നറിയാം, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് സെയിം പ്രൊസീജിയർ നേരത്തെ ചെയ്തത്, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എക്സ് നോട്ടിന് പകരം 1 കൊടുക്കുക മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ഏതൊക്കെ കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1ഉം കണ്ടുപിടിക്കണം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, അപ്പോൾ എക്സ് കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കുക, 1 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഇസ് ഈക്വൽ ടു എ ഇൻറ്റു, നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ. അപ്പം എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇവിടെ എ പുറത്തേക്ക് എടുക്കുക, എ പ്ലസ് 2a ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് സ്ക്വയർ. ഇനി എന്ത് കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1 എന്താ വരിക, എ ഇൻറ്റു 1 സ്ക്വയർ, എ ഇൻറ്റു 1 സ്ക്വയർ എന്ത് വരും, എ വരും. ഓക്കെ, therefore ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ പ്ലസ് 2a ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിൽ ഏതൊരു ക്യാൻസൽ ചെയ്യുക, എയും എയും ക്യാൻസൽ ചെയ്യാം. ഇസ് ഈക്വൽ ടു, ഇതിൽ അതേപോലെ ആര് കോമൺ ആണ്, ഡെൽറ്റ എക്സ് കോമൺ ആണ്. അപ്പോൾ എന്ത് വരും, 2a പ്ലസ് എ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, 2a പ്ലസ് എ ഡെൽറ്റ എക്സ്. ഇനി നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കലാണ് നമ്മൾ എയിം. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഡെൽറ്റ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക, 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. അത് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, ഈക്വൽ ടു 2a. ഈക്വൽ ടു 2a. ഓക്കെ.